ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് നാളെ മാത്സ് ആണ് എക്സാം. അപ്പോൾ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കൊരു ആക്ടിവിറ്റി നോക്കാം. ലെറ്റ്സ് ഫിൽ ദ ബാഗ്. ജയേഷ് ബോട്ട് സം ഐറ്റംസ് ഫ്രം മഹിമ സ്റ്റോഴ്സ്. അപ്പോൾ എന്താണ്, ജയേഷ് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ആ സാധനങ്ങളുടെ ലിസ്റ്റാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ചില്ലി പൗഡർ, കൊറിയാണ്ടർ പൗഡർ, കോഫി പൗഡർ, ഡാല്, മസ്റ്റാർഡ്, ടീ പൗഡർ, റെഡ് ബീൻസ്, ഫെനുഗ്രീക്ക്, കുമിൻ സീഡ്, ഷുഗർ, അങ്ങനെ തുടങ്ങി കുറേ ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. അവരുടെ വെയ്റ്റും കൊടുത്തിട്ടുണ്ട്. വെയ്റ്റ് എന്താണ്, ഗ്രാംസിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൊടുത്തിട്ടുണ്ട്. 500, 250 എന്നൊക്കെ പറഞ്ഞിട്ട്. ഫെനുഗ്രീക്കിൻ്റെ അവിടെ 2 പാക്കറ്റ്സ് ഓഫ് 50 ഗ്രാംസ്, 50 ഗ്രാമിൻ്റെ 2 പാക്കറ്റ്. അപ്പോൾ എത്ര വരും, 50 + 50 = 100 ഗ്രാം. അപ്പോൾ എത്രയാണ്, 100 ഗ്രാമാണ്. ഇനി അടുത്തത് ക്യുമിൻ സീഡും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതും 100 ഗ്രാമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടേബിള്. ഇനി നമുക്ക് അടിയിലുള്ള ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ജയേഷ് ഡിസൈഡഡ് ടു പുട്ട് ദീസ് ഐറ്റംസ് ഇൻ 2 bags. He puts the things that weigh 1000 grams in the small bag and the remaining in the big one. Which of the items were put in the big one and the small one? Write it down. അപ്പോൾ എന്താണ്, ജയേഷിൻ്റെ 2 ബാഗ് ഉണ്ട്, ഒരു സ്മോൾ ബാഗും ഒരു ബിഗ് ബാഗും. അപ്പോൾ സ്മോൾ ബാഗിൽ ജയേഷ് 1000 ഗ്രാമിൻ്റെ 1000 ഗ്രാം വെയിറ്റ് വരുന്ന സാധനങ്ങൾ ഇടാനും തീരുമാനിച്ചു. അടുത്തയിൽ ബാക്കി റിമൈനിങ്ങും ബാക്കി വരുന്നതും ഇടാൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ സ്മോൾ ബാഗിൽ എത്ര വരും, ബിഗ് ബാഗിൽ എത്ര വരും? സ്മോൾ ബാഗിൽ 1000 ഗ്രാമാണ് വരേണ്ടത്. 1000 ഗ്രാംസ് അല്ലേ. അപ്പോൾ 1000 ഗ്രാം വരാൻ എന്താ ചെയ്യുക, ഇതിൽ 500 വരുന്ന 2 എണ്ണം ഇടുക. ചില്ലി പൗഡറും പിന്നെ ഡാലും. ചില്ലി പൗഡറും ഡാലും സ്മോൾ ബാഗിൽ വെക്കുക. ബാക്കി വരുന്ന എല്ലാ സാധനങ്ങളും എന്തിൽ വയ്ക്കുക, ബിഗ് ബാഗിൽ വയ്ക്കുക. ചില്ലി പൗഡറും അതുപോലെ തന്നെ ഡാലും. അപ്പോൾ ഇതാണ് സ്മോൾ ബാഗും ബിഗ് ബാഗും. അപ്പോൾ സ്മോൾ ബാഗിൽ നമ്മൾ ചില്ലി പൗഡർ 500 ഗ്രാം, ഡാൽ 500 ഗ്രാം. അപ്പോൾ നമുക്ക് 1000 ഗ്രാമായി. ദെൻ ബാക്കി വരുന്ന എല്ലാ ഐറ്റംസും വലിയ ബാഗിലും എഴുതുക. ഓക്കെ, വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് ദ ഐറ്റംസ് ഇൻ ബിഗ് ബാഗ്? അങ്ങനെയാണെങ്കിൽ ബിഗ് ബാഗിലുള്ള ഐറ്റംസിൻ്റെ വെയ്റ്റ് എത്രയായിരിക്കും? അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്? കൊറിയാണ്ടർ പൗഡർ 250, കോഫി പൗഡർ 200, മസ്റ്റാർഡ് 100, ടീ പൗഡർ 250, അങ്ങനെ എല്ലാതും കൂടി കൂട്ടിയാൽ നമുക്ക് റെഡ് ബീൻസ് 500, ഫെനുഗ്രീക്ക് 100, ക്യുമിൻ സീഡ് 100, ഷുഗർ 500. ലാസ്റ്റ് ഇതൊക്കെ കൂടി കൂട്ടിയാൽ നമുക്ക് 2000 കിട്ടും. എത്രയാണ്, 2000 ഗ്രാം. അപ്പോൾ അതവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, റൈറ്റ് ദ വെയ്റ്റ് ഇൻ കിലോഗ്രാംസ്. അപ്പോൾ ഈ 2000 ഗ്രാം എന്നത് കിലോഗ്രാമിൽ എങ്ങനെ എഴുതുക, 2 കിലോഗ്രാം. വാട്ട് ഈസ് ദ ടോട്ടൽ വെയ്റ്റ് ഓഫ് ഐറ്റംസ് ഇൻ 2 bags ഇൻ കിലോഗ്രാം? അപ്പോൾ 2 ബാഗിലെയും ഐറ്റംസ് ടോട്ടൽ വെയ്റ്റ് എത്രയാണ്, അത് കിലോഗ്രാമിൽ എഴുതുക. എത്രയാണ്, 1000 + 2000 = 3000 എന്ന് കിട്ടും. 3000 ഗ്രാം എന്ന് പറഞ്ഞാൽ 3 കിലോഗ്രാം. 2 + 1 = 3 കിലോഗ്രാം. ഓക്കെ, അടുത്തൊരു ആക്ടിവിറ്റി നോക്കാം. മെഷറിംഗ് ജാർസ്. രാജു വാണ്ട്സ് ടു മെഷർ ദ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ എ ബോട്ടിൽ. വിച്ച് ടൂൾ ക്യാൻ ബി യൂസ്ഡ് ഫോർ മെഷറിംഗ് മിൽക്ക്? പുട്ട് എ ടിക്ക് മാർക്ക് ഇൻ ദ ബോക്സ് നിയർ ബൈ. അപ്പോൾ ഇതിൽ മിൽക്ക് മെഷർ ചെയ്യാൻ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുക, ഏതാണ് ലാസ്റ്റ് വണ്ണാണ്. അപ്പോൾ അത് ടിക്ക് ഇടുക. ദെൻ അതിലെ ബി ക്വസ്റ്റ്യൻ, രാജു വാണ്ട്സ് ടു മെഷർ 1 liter 200 milliliter of milk. One measuring jar should be used only at one time. Which all jar will be used to put a circle around each of the jar used? എന്താണ്, രാജുവിന് 1 ലിറ്ററും 200 milliliter മിൽക്കും അളക്കണം. ഒരെണ്ണം അറ്റ് എ ടൈം 1 മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതൊക്കെയാണ് യൂസ് ചെയ്യുക, ഏതാണ്, 1 ലിറ്ററും ദെൻ 200 milliliter. അപ്പോൾ അത് രണ്ടും സർക്കിൾ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Then can you fill 1 liter jar in different ways by using measuring jars of 500 milliliter, 200 milliliter and 100 milliliter? എന്താണ്, can you fill 1 liter jar in different ways? അപ്പോൾ എന്താണ്, 1 liter jar ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഒന്ന് അവർ തന്നിട്ടുണ്ട് 500 milliliter 1 ടൈം, 200 milliliter 2 ടൈം, 100 milliliter 1 ടൈം. ഇനി നമുക്ക് എങ്ങനെയൊക്കെ ആക്കാൻ പറ്റും, 500 milliliter 2 ടൈമിലും ദെൻ 200 milliliter
ലിറ്റർ 5 ടൈംസിൽ നമുക്ക് നിറക്കാൻ പറ്റും. Then അടുത്ത ആക്ടിവിറ്റി നോക്കാം. സ്കൂൾ ബസ്. ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ സ്കൂൾ ബസ് there are 8 seats that could occupy 3 each. One of the left side there are 6 seats that occupy 2 each. There is a long seat at the back that could occupy 7 people. When all students occupied their seats, one seat was left vacant on the right side that could occupy 3 people. How many students are there in the bus now? അപ്പോൾ എന്താണ്, എത്ര സ്റ്റുഡൻസ് ആ ബസ്സിലുണ്ട്? അപ്പോൾ എന്താണ്, 7 × 3 ചെയ്യുക, അപ്പോൾ നമുക്ക് 21 കിട്ടും. ദെൻ 6 × 2 ചെയ്താൽ നമുക്ക് 12 കിട്ടും. പിന്നെ എന്താണ്, പിന്നെ ഒരു 7 എണ്ണം കൂടി ഉണ്ട്, അപ്പോൾ 7. അപ്പോൾ 21 + 12 + 7 ചെയ്താൽ നമുക്ക് സ്റ്റുഡൻസിൻ്റെ എണ്ണം കിട്ടും. ഓക്കെ, അപ്പോൾ എത്രയാണ് സ്റ്റുഡൻസിൻ്റെ എണ്ണം? 40. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.